ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തൊക്കെയാണ് നടക്കുന്നത്? ഷാനവാസ് വീണ്ടും കുലപുരുഷനാവാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ വീണ്ടും അനീഷ് വേഴ്സസ് വീട്ടുകാരാവുകയാണ്. ഇങ്ങനെ പോയാൽ എന്തായിരിക്കും അനീഷിന്റെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഒരു 7ന്റെ പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വഴിയെ പറയാം. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് തുടങ്ങാം. രാവിലെ തന്നെ തുടങ്ങാമെന്ന്. ഡേ 2ന്റെ എപ്പിസോഡ് 3 റിവ്യൂ നമുക്ക് തുടങ്ങാം. അപ്പോൾ രാവിലെ 8:10 ആകുമ്പോഴത്തേക്കും തന്നെ ഇന്ന് നേരത്തെ 8 സാധാരണ ടൈമിൽ തന്നെ 8:10 ആകുമ്പോൾ മോർണിംഗ് ഡാൻസും പാട്ടൊക്കെ വെച്ചിട്ട് തന്നെ തുടങ്ങുകയാണ്. ഇത് ചിലർക്ക് ഇത് എപ്പിസോഡ് മാത്രം കാണുന്നവർക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ഞാനത് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. 8:45 ആകുമ്പോഴത്തേക്ക് ഒരു വഴക്ക് അവിടെ നടക്കുകയാണ്. മോർണിംഗിൽ മറ്റേ വഴക്കല്ല, ഒരു അനിമോളും അവരൊക്കെ പോയിട്ട് മറ്റേവരോട് അനീഷിനോട് പറഞ്ഞു, നിങ്ങൾ മലയാളത്തിൽ മലയാളത്തിൽ പറഞ്ഞു നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് സാധാരണ. അത് വേറെ ഒന്നുമല്ല, അത് ഇതിൽ പ്ലസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ അനീഷ് വന്നിട്ട് ആരോ ഗുഡ് മോർണിംഗ് എന്ന് അനീഷിനോട് പറയുമ്പോൾ അനീഷ് പറഞ്ഞു ഞാൻ സുപ്രഭാതം പറയുള്ളൂ, കാരണം ഞാൻ മലയാളം പറയാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ തുടങ്ങി കുറേ പ്രശ്നം. മലയാളം സംസാരിക്കണങ്ങൾക്ക് അതൊക്കെ ഒരാളുടെ ഇഷ്ടമാണ്. അതുപോലെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് തെറ്റായിട്ട് ആരും തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ മൊത്തം അനീഷിനെ പുറകെ വന്നിട്ട് ചൊറിയാൻ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഇഷ്യൂ 8:45 ആയപ്പോഴത്തേക്കും തീർന്നിട്ടില്ല. ഇങ്ങനെ ഇതേ ഇഷ്യൂ തന്നെ നടക്കണം. അനീഷാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അനീഷിന്റെ പുറകെ കുറെ വീട്ടുകാർ. ഇത് അങ്ങനെ പോവുകയാണെങ്കിൽ അനീഷ് സപ്പോർട്ട് കിട്ടും. കാരണം വീട്ടുകാർക്ക് അറിയില്ല, ഇപ്പോഴും ഗെയിം എന്താണെന്ന് വീട്ടുകാർക്ക് അറിയാത്ത രീതിയിലാണ് കളിക്കുന്നത്. പിന്നെ അക്ബറും അനീഷും തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടക്കുകയാണ്. പിന്നെ ആ മലയാളം പറയുന്നതിന്റെ ഇഷ്യൂവിന്റെ പേരിൽ അവരങ്ങനെ നടക്കുകയാണ്. പിന്നെ അപ്പാനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ മെയിനാവാനും ശ്രമിക്കുന്നുണ്ട്. അപ്പാൻ ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് മെയിനാകാൻ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ അടുത്തത് ഷാനവാസും അനുമോളായിട്ടൊരു ഇഷ്യൂ വരെയാണ്. ഷാനവാസ് പറയുകയാണ് ഡോക്ടർമാരെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവഹേളിക്കുന്നു, അല്ലെങ്കിൽ അവര് കാശിന് വേണ്ടി മാത്രം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ചുമ്മാ ഷാനവാസ് അനുമോളെ ചൊറിയാൻ വേണ്ടിയിട്ട് എന്തോ പറഞ്ഞു. അപ്പോൾ അക്ബർ അപ്പാനിയും ഷാനവാസ് വന്നിട്ട് അനുമോളിനെതിരായി. അനുമോളാണെങ്കിൽ ഇത് കേട്ടിരിക്കും സങ്കടമായിട്ട് നിൽക്കുമ്പോൾ സമയത്ത് ആ ഷാനവാസ് പറഞ്ഞു നീ കല്ലിയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അനുമോളിന് പൊട്ടി. അനുമോള് ഭയങ്കര കരച്ചിലായിട്ട് കരഞ്ഞ് ഇതായിട്ട് വാഷ്റൂമിലേക്ക് പോയായിരുന്നു. വാഷ്റൂമിലേക്കാണോ മേക്കപ്പ് റൂമിലേക്കാണോ എന്ന് പറഞ്ഞു. മേക്കപ്പ് റൂമിലേക്കാണെന്ന് തോന്നുന്നു. മേക്കപ്പ് റൂമിലേക്ക് പോയിട്ട് പറഞ്ഞു. ഷാനവാസ് അവസാനം പറയണേ നീ കരയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ തന്നെ കരയിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു പ്രാങ്ക് ആയിരുന്നു. ഇപ്പൊ എപ്പിസോഡ് കാണാത്തവർക്ക് പറയാണ് ഷാനവാസ് കാണിച്ചതൊരു പ്രാങ്കാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഷാനവാസിന് തന്നെ ഇതായിപ്പോയി. കാരണം എന്ന് വെച്ചാല് ഷാനവാസ് കുഴിച്ച കുഴിയിൽ ഷാനവാസ് തന്നെ വീഴുന്നൊരു അവസ്ഥയായിപ്പോയി. കാരണം എല്ലാവരും അവസാനം ഷാനവാസിനെതിരെയായി. കാരണം അനുമോൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ ഇത് പ്രാങ്ക് ആണെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. പക്ഷെ എന്നിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന രീതിയിൽ എല്ലാവരും അവിടെ കളിക്കാനായിട്ട് തോന്നി എനിക്കിത് കണ്ടപ്പോൾ. അപ്പൊ അക്ബർ അപ്പാനിയൊക്കെ വന്നിട്ട് ഷാനവാസിനെതിരെയായി. ഷാനവാസിന്റെ ഇമേജ് പോയിട്ട്, സത്യം പറയാലോ, ഷാനവാസിന്റെ ഇമേജ് ഇന്നത്തോളം പോയിട്ടുണ്ട്. അത് ഞാൻ പറയാം, പറയാം. അതിനിട്ട് 9:50 അനുമോളോട് ഈ കാര്യങ്ങൾ ഷാനവാസ് പറയുന്നു. പിന്നെ അക്ബർ ഖാനും ഇതൊക്കെ വന്നിട്ട് ഷാനവാസിന് ചൂടായി. കാരണം ഈ അനുമോള് അങ്ങനെ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങളത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ ആയല്ലോ. അത് അതിനെപ്പറ്റി സംസാരിക്കുകയാണ് അപ്പാനി ശരത്തും അക്ബർ ഖാനൊക്കെ വന്നിട്ട് അഭിലാഷൊക്കെ വന്നിട്ട് ഷാനവാസിനെതിരെയായി. കാരണം അനുമോള് പറയാത്ത കാര്യം എന്തിന് പറഞ്ഞു എന്നുള്ള രീതിയിലായിപ്പോയി. അപ്പോൾ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പോയി, സംഭവം കയ്യിൽ നിന്ന് പോയി. ഷാനവാസിന് ശരിക്കും പറയുന്നത് ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമല്ല, ഫുൾ അടിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ 10:10 ആയപ്പോഴത്തേക്കും മോർണിംഗ് ആക്ടിവിറ്റി വരികയാണ്. മോർണിംഗ് ആക്ടിവിറ്റി വേറെ ഒന്നുമല്ല, ഇന്ന് രാവിലെ നടന്ന കാര്യമില്ലേ, മറ്റേ മോർണിംഗില് സുപ്രഭാതം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത് മലയാളത്തിൽ പറയുന്നതൊക്കെ പറഞ്ഞ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നില്ല അനീഷിന്റെ പുറകില്. ആ സംഭവം നിങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയും അപ്പാനി ശരത്ത് അനീഷിനെ കാണിച്ച് ഫണ്ണായിട്ട് എടുക്കേണ്ട കാര്യമാണ്. അപ്പോ അനീഷ് വന്നിട്ട് ഞാൻ ഇങ്ങനെയല്ല, ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മര്യാദ ചെയ്യണം, ഞാൻ ഇങ്ങനെയല്ല ചെയ്തെന്ന് പറഞ്ഞിട്ട് അവിടെ വേറെ കുറച്ച് വഴക്ക് ഉണ്ടാവുന്നു. ഇത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അനീഷ് സപ്പോർട്ട് കൂടും. അതാണ് കാരണം. അനീഷ് അവിടെ ചൊറിയാൻ വന്നു, ഓക്കെ, സമ്മതിച്ചു.
അവരതിൽ പ്രൊവോക്ഡുമായി കഴിഞ്ഞു. ഫസ്റ്റ് ഡേ മുതൽ തന്നെ അവർക്കുള്ളത് കിട്ടി. അനീഷിന് ഇത് പിടിച്ചു പോയാൽ മതി. അനീഷിന്റെ എന്ന് വെച്ചാൽ അനീഷ് ഇത് പിടിച്ചു പോകണം. പിടിച്ചു പോയത് സെറ്റാവും. 11:35 ആയപ്പോഴത്തേക്കും പണിപ്പുര ടാസ്കിന്റെ സംഭവം വരികയാണ്. അപ്പൊ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയുകയാണ്. ടൈമർ അവിടെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതിന്റെ ഡിസ്കഷൻ കാര്യം നടക്കുകയാണ്. ടൈമർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. 16 സെക്കൻഡ് ആണ്. എനിക്ക് ഈ സാധനത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാലും എന്താണ്, പണിപ്പുര ടാസ്കിനെ പറ്റി ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 12:70 ആയപ്പോഴത്തേക്കും അപ്പാനി ശരത്ത് ആര്യൻ പോയിട്ട് മറ്റേ ജിസൈലിന്റെ എന്താണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷും ശരത്തും ആര്യനും ഇങ്ങനെ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ പറയാണ്, നമ്മളെല്ലാവരുടെ മുഖം കൂടി അഴിച്ചു, ജിസൈലിന്റെ സ്വഭാവം മാത്രം പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ ഒരു പണി കൊടുത്ത ആളുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ ശരത്തും ആര്യനും പോയിട്ട് ജിസൈലിന്റെ സ്വഭാവം പുറത്ത് കണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്നിട്ട് എല്ലാവരും ചേർന്നിട്ട് ജിസൈലിനെ കളിയാക്കുന്നുണ്ട്. ആ പേരും പറഞ്ഞ് കുറെ കളിയാക്കുന്നുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ ഞാൻ പറയട്ടെ, ഇവരാരാണെങ്കിൽ ഇവരുടെ സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നത്. ഈ ആര്യനും ഇങ്ങനെ പോവാണെങ്കിൽ ആര്യന് ഭയങ്കര നെഗറ്റീവാകും, ശരത്തിന് നെഗറ്റീവാകും. കാരണം ഇവര് ഓരോരുത്തരെ പോയിട്ട് ടാർഗറ്റ് ചെയ്യണം. ഓക്കെ കൊള്ളാം, പക്ഷെ ഒരാളെ കളിയാക്കുന്ന രീതിയിൽ ചെയ്യരുത്. കാരണം എനിക്കത് ഇന്ന് കണ്ടപ്പോഴത്തേക്കും ആ ജിസൈൽ എന്ന് പറഞ്ഞ ആ പെണ്ണ് അവിടെ ഒറ്റക്കിടന്ന് ഇവരുടെ ഇടയിൽ കഷ്ടപ്പെടുകയാണ്. കാരണം ജിസൈൽ പറയുന്ന കാര്യത്തിൽ എല്ലാത്തിലും നല്ല പോയിന്റ് ഉണ്ട്. ജിസൈൽ ഇപ്പൊ ഈ ശരത്തും ആരും വന്നിട്ട് ജിസൈലിനോട് ഈ കാര്യം, ജിസൈലിന്റെ സ്വഭാവം പുറത്തേക്ക് വരാൻ പറഞ്ഞത്തേക്കും പറഞ്ഞു. അപ്പൊ എന്താണ് നമ്മുടെ ജിസൈൽ വന്നിട്ട് ഒരു പോയിന്റ് പറഞ്ഞു, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങളിവിടെ ചെയ്യുന്ന അനീഷിന്റെ പുറകെ മാത്രം നടക്കുകയാണ്, അതാണ് നിങ്ങളുടെ കണ്ടന്റ്, നിങ്ങൾ വേറെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ജിസൈലിന് കളിക്കില്ല അത് വേട്ടവർ, പക്ഷെ ജിസൈൽ പറയാനുള്ളത് പറയുന്നുണ്ട്. അതാണ് ജിസൈലിന്റെ ഒരു സംഭവം. ജിസൈൽ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി ആരായാലും ആരുടെ മുഖത്ത് നോക്കിയാലും പറയും. അതൊരു ഹിന്ദി ലെവൽ ടൈപ്പാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ജിസൈൽ അത് സംസാരിക്കുന്നത്, ജിസൈൽ ആ വീട്ടിലിപ്പോ ജിസൈലും രനയാണ് മര്യാദക്കൊന്ന് സംസാരിക്കുന്നത്. ബാക്കി എനിക്ക് ശൈത്യന്റെ കേസൊന്നും എനിക്ക് അറിയില്ല. ഈ ശൈത്യം എന്തിനാണ് വന്നിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ശൈത്യം ഒന്നും കളിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ശൈത്യം ഞാൻ പറയാം, പ്രശ്നം നടക്കുന്നിടയിൽ ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു അഭിപ്രായം പോലും പറയുന്നത് ഞാൻ കേട്ടില്ല. ഒരു വഴക്കുണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതിൽ ഇടപെട്ടിട്ട് അതിന് സോർട്ട് ഔട്ട് ചെയ്യുന്ന എന്തെങ്കിലും, ഇപ്പൊ ഒന്നും മിണ്ടാതിരിക്കുന്നതിന് പറഞ്ഞ് എന്തെങ്കിലും പറയുന്നതല്ലേ, അതൊന്നും ചെയ്യുന്നില്ല. സരിക എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് പറയാം. സരിക ഇടയിൽ പോയിട്ട് പ്രശ്നം സോൾവ് ആക്കാൻ അതൊക്കെ ചെയ്യും. പക്ഷെ ശൈത്യം ഒന്നും ചെയ്യുന്നില്ല. ഇതിൽ ജിസൈലും രന ഫാത്തിമയാണ് ഒന്ന് കയറി വരുന്നത്. അപ്പൊ ജിസൈല് മിണ്ടാതിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇവര് ഇതായിരിക്കരുത്. കാരണം ജിസൈല് നല്ല രീതിക്ക് നാവുണ്ട്, നല്ല രീതിക്ക് പറയാനും അറിയാം. ജിസൈല് കയറി വരികയും ചെയ്യും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ജിസൈല് കയറി വരും. പിന്നെ 1:10 എന്താണ് അനുമോള് ജിസൈലിനെ അടിച്ചു വരാനായിട്ട് തറ അടിച്ചു വരാൻ പഠിപ്പിക്കുന്നത്. അത് വലിയ കാര്യമൊന്നുമില്ല. അതിനെ കൊണ്ടുള്ള അത് ചെറിയൊരു ക്ലാഷ് നടക്കുന്നു, വേറെ ഒന്നുമില്ല. പിന്നെ 2:30 അതിന്റെ പണിപ്പുര ടാസ്കിലേക്കുള്ള എത്ര ഇതാണെന്നുള്ള ഒരു സംഭവമാണ്. ഒരു ബൗളില് 6 ചീട്ട് ഉണ്ടാവും. ആ 6 ചീട്ടില് ഓരോരോ ഇതുണ്ടാവും, ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ചീട്ടിൽ എന്തൊക്കെയാണ്, ആദ്യത്തെ ചീട്ടിൽ ഉണ്ടാവുന്നത് 15 സെക്കൻഡ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് 600 പോയിന്റ്സ് കിട്ടും. അതുപോലെ 16 സെക്കൻഡ് ഉണ്ടാവും, നിങ്ങൾക്ക് 565 പോയിന്റ് കിട്ടും. 17 മൂന്നാമത്തെ കാർഡ് 17 സെക്കൻഡ് ഉണ്ടാവും, 550 പോയിന്റ് ഉണ്ടാവും. നാലാമത്തത് 18 സെക്കൻഡില് 525 പോയിന്റ് കിട്ടും. 19 സെക്കൻഡില് 500 പോയിന്റ് കിട്ടും. 20 സെക്കൻഡില് 450 പോയിന്റ് കിട്ടും. അപ്പൊ ഇവർക്ക് എന്നിട്ട് കിട്ടുന്നത് 16 ആ ചീട്ട് ബൗളിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് 16 ആണ് കിട്ടുന്നത്. 565 പോയിന്റ് ഉണ്ട്. അവർക്ക് ആ 565 പോയിന്റിലാണ് ഇവർക്ക് ഇനി ആ പണിപ്പുര ടാസ്കിൽ പോയിട്ട് അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ സാധനം എടുക്കാൻ പറ്റുള്ളൂ. അക്ബർ ഖാനും ആദിലയും നോറയും സാധനങ്ങൾ എടുക്കാൻ പോകുന്നു. സാധനങ്ങൾ എടുത്ത് തിരിച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ആ പണിപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം അവർക്ക് ആ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. ഇതാണ് സംഭവം. സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. കാരണം സമയത്തിന് ശേഷമാണ് അവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതും അപ്പൊ അവരെടുത്ത സാധനങ്ങൾ നഷ്ടമായി. അതപ്പോ വീട്ടുകാർ പറഞ്ഞു ആദ്യത്തെ ഇതുകൊണ്ടായിരിക്കും. രണ്ടാമത്തെ അപ്പൊ 2 ചാൻസ് ആണ് ഒരു ഇതിനുള്ളത്, ഒരാൾക്കുള്ളതല്ല. ഇന്നിപ്പോ പോയത് അക്ബർ ഖാനും ആദിലാനും, ഇവർക്ക് ഒരു ചാൻസ് ഉള്ളൂ, അത് കഴിഞ്ഞു.
അത് കഴിഞ്ഞ് ഇനി ചിലപ്പോൾ നാളെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും, അറിയില്ല. നാളത്തെ ടാസ്ക് ഒരു ഇതെന്തായാലും പോയി. പിന്നെ 3:30 ആയപ്പോഴത്തേക്കും ബിൻസി കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ പട്ടി കുരക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പോയിന്റ് അങ്ങനെ പോകും ചാൻസ്. ബിൻസി ഉറക്കമായിരുന്നു, അങ്ങനെ ഒരു കുറച്ച് ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 3:35 ആയപ്പോഴത്തേക്കും നെവിൻ GCLന്റെ ബാഗ് ഒളിച്ചിരുന്നിട്ട് എന്തൊക്കെയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയോ അപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ, എന്തൊക്കെയോ എടുക്കുന്നത്. എനിക്കൊരു മേക്കപ്പ് ഐറ്റംസ് ആണോ എന്ന് എനിക്കൊന്നും മേക്കപ്പ് ഐറ്റംസ് ആണോ ഇനി അതോ വലിയ സ്കിൻ കെയർ സാധനങ്ങളാണോ എന്ന് എനിക്കറിയില്ല. നെവിൻ ഒളിച്ചിരുന്നിട്ട് GCLന്റെ ബാഗിൽ നിന്ന് എന്തൊക്കെയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഷാനവാസ് വരുന്നു, ഷാനവാസ് എന്നിട്ട് ഒഴിഞ്ഞു മാറുന്നു. ബിന്നി വരുന്നു, ബിന്നി വന്നിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നു, ഒഴിഞ്ഞു മാറുന്നു. ഒന്നുമില്ല, വലിയ രീതി അതൊന്നും വലിയ കാണില്ല. അത് പക്ഷേ ലാലേട്ട അത് ചോദിക്കും ചിലപ്പോൾ ശനിയാഴ്ച വരുമ്പോൾ, അതുകൊണ്ടായിരിക്കും ഇപ്പം അത് കാണിച്ചത്. പിന്നെ സ്റ്റോർ റൂമിൽ അവരുടെ മാറാനുള്ള അവരുടെ യൂണിഫോം ഡ്രസ്സ് വരികയാണ്. അപ്പോൾ നെവിൻ പോയിട്ട് ക്യാമറയിൽ ഇതെന്താണ് ബിഗ് ബോസ്, ഇതെന്താണ്, ഞാൻ ഇതുവരെ എൻ്റെ ജന്മത്തിൽ ഇത്രയും കളറൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് ക്യാമറ നോക്കിയിട്ട് കുറച്ച് കോമഡി നമുക്കൊക്കെ ചിരിക്കാനുള്ളൊരു വകയൊക്കെ അതിലുണ്ടാവുന്നുണ്ട്. പിന്നെ 4:30 ആയപ്പോഴത്തേക്കും ഷാനവാസ് ഡ്രസ്സിനെ പറ്റി പറയാണ് നമ്മുടെ ജിസേലിനോട്. നമ്മുടെ കേരള സംസ്കാരമാണ്, കേരള സംസ്കാരം ആയതുകൊണ്ട് തന്നെ മലയാളികൾ ഇത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നതെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഷാനവാസ് ജിസേലിന് നല്ലതിന് വേണ്ടി പറയാൻ നിൽക്കുന്നത് എന്തിനാ? ഒരാളുടെ ഡ്രസ്സിന്റെ കാര്യം വെച്ചാൽ അത് അവർക്ക് ഇഷ്ടമാണ്. ഞാൻ പറയട്ടെ, ഈ ഷാനവാസ് ഈ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഷാനവാസിന് ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ കാര്യം ഇന്നലെ പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഈ ഒരു സമയം വരെ ഷാനവാസിന് കട്ട നെഗറ്റീവായിട്ട് ഇരിക്കുകയാണ്. കട്ട നെഗറ്റീവ്. കാരണം ഒരാളുടെ വസ്ത്രധാരണത്തെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറയാം, ഷാനവാസിന്റെ ഇമേജ് നഷ്ടമായി ഈ ഒരു പ്രശ്നമായപ്പോഴത്തേക്കും. ഷാനവാസ് ഒറ്റ ദിവസം കൊണ്ട് ഒരാളുടെ ഇമേജ് നഷ്ടമായി ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം സാധാരണ ബിഗ് ബോസിലൊക്കെ വന്ന ആൾക്കാരുടെ ഇമേജ് പോകുന്നത് അവർ കുറേ നാൾ കഴിഞ്ഞിട്ട് അവരുടെ പ്രവൃത്തികൾ കണ്ടിട്ടായിരിക്കും. പക്ഷെ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഷാനവാസിന്റെ ഇമേജ് അങ്ങ് പോയി. സത്യം, നമുക്ക് ഉണ്ടായിരുന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു, ഒരു ഷാനവാസ് ഒരു സെറ്റപ്പ് ആളാണ്, ഒരു വന്ന പിന്നെ റേറ്റിംഗ് ഉള്ള ഒരു ഇതാണ് ഇതൊക്കെ വിചാരിക്കുന്ന ഇതാണ്. പക്ഷെ ഇന്ന് അതിന്റെ കാര്യത്തിൽ കഴിഞ്ഞു. ഇനി ഷാനവാസ്, എനിക്കറിയില്ല ഷാനവാസ് ആ കാര്യം ഒരു കുലപുരുഷനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് അവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഷാനവാസ് ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുക, മറ്റുള്ളവരെ നന്നാക്കാൻ നിൽക്കരുത്. മറ്റുള്ളവർ നന്നാക്കാൻ നിന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് പ്രശ്നം വരുന്നത്. ഷാനവാസിന്റെ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലാലേട്ടൻ ഇതിനെ പറ്റി എന്തായാലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ഷാനവാസിനോട്. പിന്നെ ഷാനവാസിന്റെ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ ഇരുന്ന് കാണിക്കുന്നുണ്ടായിരുന്നു, അത് പറയാം. ഇപ്പോൾ അതിനെ പറ്റി പറയുമ്പോൾ വരും. പിന്നെ ഒരു 4:50 ആയപ്പോൾ ജിസയിലും അനിമോളും തമ്മിൽ ചായയുടെ പേരിൽ ഇഷ്യൂ വരുന്നുണ്ട്. ചായ വേറെ ഒന്നുമല്ല, ഈ അനിമോൾ ഉണ്ടാക്കുന്ന ചായ ജിസയിലിന് ഇഷ്ടമല്ല. കാരണം അനിമോൾ ഉണ്ടാക്കുന്ന ചായ എങ്ങനെയെന്ന് വെച്ചാൽ വെള്ളവും കൂടി കടുപ്പവും ഇല്ലാത്ത ചായയാണ്. അത് ജിസയിലിന് പറ്റില്ല എന്ന് പറഞ്ഞു. ജിസയിലാണെങ്കിൽ എന്താണ്, ഓക്കെ എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് ഒനീലിനോട് ചോദിച്ചിട്ടാണ് ജിസയിൽ ഉണ്ടാക്കുന്നത്. ഈ പ്രശ്നം ഇതിപ്പോ അനിമോളാണെങ്കിൽ ഇപ്പൊ ഇത് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അനിമോൾ വന്നിട്ട് ജിസയിൽ ഉണ്ടാക്കിയ ചായയുടെ ഇത് ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇത് ജിസയിലിന് ഇഷ്ടപ്പെട്ടില്ല. ഇതുപോലെ 2-3 പ്രശ്നം എടുത്തപ്പോൾ ജിസയിൽ ദേഷ്യപ്പെട്ടിട്ട് അനിമോളോട് വഴക്കിട്ടിട്ട് പോവാണ്. അതിനുശേഷം അതാണ് ജിസയിലും ഇതുള്ള ഒരു ചായയുടെ കേസാണ് അത്. എന്താണ്, ഇപ്പൊ ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിൽ ദേഷ്യം വരും. അത് തന്നെയാണ് ഇവിടെ നടന്നത് ആ സംഭവം. പിന്നെ 6:10 ആയപ്പോഴത്തേക്കും ഇവരുടെ ഒരു ടാസ്ക് വരെയാണ്, പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് എന്ന് പറഞ്ഞ ടാസ്ക് വരെയാണ്. ഈ ടാസ്ക് വേറൊന്നുമല്ല, ലൈവ് അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നു, വേറൊന്നുമല്ല, ഒരു ഡയറക്റ്റ് എവിക്ഷൻ ആണ് ഇവര് ഉദ്ദേശിക്കുന്നത്. വീട്ടുകാരെല്ലാവരും ചേർന്ന് 4 പേരെ തിരഞ്ഞെടുക്കാം. ഈ 4 പേരില് കൂടുതൽ വോട്ട് കിട്ടി. ഇപ്പൊ 4 പേര് എല്ലാവരും സെലക്ട് ചെയ്ത് 4 പേര് വരുമല്ലോ. ആ 4 പേര് എന്താണ്, ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ ലൈറ്റ് ഓൺ ആവുന്നത് മുതൽ ലൈറ്റ് ഓഫ് ആവുന്നത് മുതൽ ലൈറ്റ് ഓൺ ആവുന്നത് വെച്ചാൽ രാത്രി ലൈറ്റ് എപ്പോഴാണ് ഓഫ് ആവുന്നത് ആ സമയം മുതൽ രാവിലെ ലൈറ്റ് ഓൺ ആവത്തില്ല ആ സമയം വരെ വീടിന് പുറത്തായിരിക്കണം കിടക്കേണ്ടത്. ഒരു ബെഡ് ഇവർക്ക് ഉണ്ടാകും. ബെഡിൽ അവർ കിടക്കണം. ബെഡിൽ അവർ കിടന്നേ പറ്റുള്ളൂ. ബെഡ് വെറുതെ ഇടാൻ പാടില്ല, ബെഡ് കിടക്കണം. അതിനുശേഷം എന്താണ്, ഈ താഴെ ബെഡിന് അല്ലാതെ കിടക്കുന്ന താഴെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർ ഉറങ്ങുകയാണെങ്കിൽ ഇവര് കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായം വെച്ചിട്ടോ
ഈ ഉറങ്ങുന്ന ആളെ ഒരു റെഡ് സോൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ഫ്രണ്ടിൽ തന്നെ റെഡ് സോൺ ഉണ്ട്. അവിടെ കൊണ്ട് കിടത്തുകയാണെങ്കിൽ ഇവർ വീടിന് പുറത്താകും. അഥവാ ഇവർ കൊണ്ടുപോകുന്ന സമയത്താണ് ഇവർ എഴുന്നേൽക്കുന്നതെങ്കിൽ അവർ പുറത്താവില്ല, ലൈറ്റ് ഒക്കെ ഓൺ ആവും. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഇതൊരു ഡയറക്റ്റ് എവിക്ഷൻ നടത്താൻ വേണ്ടിയിട്ടും ഉള്ളൊരിതാണ്. പിന്നെ ഒരു 7ന്റെ പണി തന്നെയാണ് ബിഗ് ബോസ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെ ഇവർ ചെയ്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത്ര 2 ദിവസമായിട്ട് വലിയ രീതിയിലൊന്നുമില്ല, എല്ലാവരും ഓണവില്ല് പോലെയൊക്കെ കളിച്ചുകൊണ്ട് വരികയായിരുന്നു. എന്നുവെച്ചാൽ രഞ്ജിത്ത് ആണെങ്കിൽ തന്നെ എന്താണ് അക്ബർ ഖാനോട് ഭയങ്കരതായിട്ടും അപ്പാനിയോടൊക്കെ ഭയങ്കരതായിട്ടൊക്കെ നിൽക്കുകയാണ്. ഇന്ന് പക്ഷെ അത് പുറത്ത് പൊട്ടി. കാരണം എല്ലാവരും മുൻപിൽ വെച്ച് നിങ്ങളെല്ലാവരും യോഗ്യത എന്താണ് ബിഗ് ബോസ് നിൽക്കാൻ യോഗ്യനല്ല എന്നുള്ള കാര്യം പറഞ്ഞാലാണ് ഈ ഒരു 4 പേരെ പുറത്താക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാവരും അവരവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി, ഇതിന്റെ ഇമ്പാക്ട് വരുന്നതെന്ന് വെച്ചാൽ അത് നെക്സ്റ്റ് നോമിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇതിന്റെ നോമിനേഷൻ വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഇമ്പാക്ട് വരുന്നത്. അപ്പൊ ബിഗ് ബോസ് അവിടെ ഒരു കളി കളിച്ചു. എനിക്ക് തോന്നുന്നില്ല ആരും ഡയറക്റ്റ് എവിക്ഷൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു ഇതില്ല. കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റ് നോമിനേഷൻ എവിക്ഷൻ എന്ന് വെച്ചാൽ ഈ 4 പേര് ഇവർ എങ്ങനെയെങ്കിലും ഇവർ പിടിച്ചു നിൽക്കും. എങ്ങനെയെങ്കിലും ഈ 4 ദിവസം എങ്ങനെയും പിടിച്ചു നിൽക്കും. കാരണം ഇവർ എന്ത് പണി കിട്ടിയാലും നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് എവിക്ഷൻ വരുമെന്ന് വലിയ ഇതൊന്നും ഇല്ല. പിന്നെ പറയാൻ പറ്റില്ല, ഇപ്പോ ശൈത്യയൊക്കെ ഉറങ്ങിപ്പോയാലും ശൈത്യം എടുത്തോണ്ട് പോകാൻ വലിയ പണിയൊന്നുമില്ല ആൾക്കാർക്ക്. അപ്പൊ അറിയില്ല, നമുക്ക് നോക്കാം അല്ലെ. പിന്നെ ഇവർക്കിടയിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ബിഗ് ബോസ് ഇട്ടൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അടുത്തത് 12 രാത്രി 12 ഷാനവാസ് ഉറങ്ങി. ഷാനവാസ് ഉറങ്ങിപ്പോയി. ഷാനവാസിന് ഉറങ്ങിപ്പോയിട്ട് എന്താണ് ഇവനെ പിടിച്ച് പുറത്താക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സരിക വരുന്നു, അതുപോലെ അപ്പാനി വരുന്നു. എന്നിട്ട് എല്ലാവരും വന്നിട്ട് അപ്പാനിയും അക്ബറൊക്കെ വന്നിട്ട് ഇതിനെ എടുക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് സരിക, പക്ഷെ എനിക്ക് ഇന്നത്തെ ഇത് കണ്ട് സരിക കളിക്കുന്നുണ്ട് കേട്ടോ. സരിക ചെറിയ രീതിയിൽ കളിക്കുന്നുണ്ട്. സരിക എന്ന് വെച്ചാല് എതിരാളികളെ പുറത്താക്കാനൊക്കെ ശ്രമിക്കുന്നത്. ഇപ്പൊ ഷാനവാസിനായാലും ഷാനവാസിനെ ഉറങ്ങിക്കൊണ്ടിരുന്നത്, അപ്പൊ ഷാനവാസിനെ എടുത്ത് പൊക്കാൻ എങ്കിലും ശ്രമിച്ചു. കാരണം എങ്ങനെയെങ്കിലും ഇവരെ പുറത്താക്കണമെന്ന രീതിയിൽ. കാരണം സരിക കളിക്കുന്നില്ല, ചെറിയ രീതിക്കാണ്, ഓവറായിട്ടല്ല, ചെറിയ രീതിക്ക് കളിക്കുന്നുണ്ട്. BB+ വേറെ ഒന്നുമല്ല, രാവിലത്തെ മറ്റേ അനീഷിന്റെ കേസ്, ലാംഗ്വേജിന്റെ സുപ്രഭാതം കേസ് തന്നെയാണ് വീണ്ടും പറയുന്നത്. പ്ലസിൽ അങ്ങനെ വലിയ രീതിയൊന്നുമില്ല. പിന്നെ രാവിലെ എന്ന് വെച്ചാല് ഈ ഷാനവാസ് ഉറങ്ങി കഴിഞ്ഞിട്ട് ഒരു 5 മണി, നാളെ 5 മണിക്ക് വരേണ്ട സമയം രാവിലെ വെളുപ്പിനെ വരുന്ന സംഭവം ആണ് പറയുന്നത്. സരിക വന്നിട്ട് അക്ബർ ഖാനോട് പറയുന്നു, എടാ നമുക്ക് എങ്ങനെയെങ്കിലും അവനെ പുറത്താക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഷാനവാസിനെ പുറത്താക്കേണ്ട കേസ് പറയാണ്. അപ്പം അപ്പാനിയും ഉണ്ട്, അപ്പാനിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനീഷ ഒന്ന് പറയടാ, നിങ്ങൾ ഈ മിണ്ടാതിരുന്ന് ഉടന്ന് ഉറങ്ങുമെന്ന് പറയും. 5 മണിക്ക് 5:05 സമയം, ബെല്ലടിച്ചിട്ടില്ല കേട്ടോ, 5:05. അപ്പോൾ അപ്പാനി പറഞ്ഞ് നീ ഉറങ്ങണം, നീ ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം അവിടെ ഉണ്ടാവുകയാണ്. അനീഷും നമ്മുടെ എന്താണ് അപ്പാനിയും അക്ബറും തമ്മിൽ ആ ഉറക്കത്തിനിടയിൽ എല്ലാവരും ഉറങ്ങാണ്. അതിനിടയിൽ അനീഷ് വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇത്രയുള്ള എപ്പിസോഡിൽ. നാളത്തെ പ്രൊമോയിലാണ് അക്ബർ ഖാൻ വേഴ്സസ് ഷാനവാസ് നടക്കുന്നത്. അക്ബർ ഖാൻ വന്നിട്ട് ഷാനവാസ് അഭിനയിച്ച കഥാപാത്രം പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്താണ് അക്ബർ ഖാൻ പറയുന്നു, എന്താണ് രുദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രമൊക്കെ അങ്ങ് TV മതി, ഇവിടെ നിങ്ങൾ അതൊന്നും കളിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഷാനവാസ് തമ്മിൽ ഭയങ്കര ക്ലാഷ്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നാളെ അറിയില്ല, ഒരു വഴക്ക് നാളെ പൊട്ടും എന്ന് ഉറപ്പാണ്. നമുക്കറിയില്ല, നോക്കാം. പക്ഷെ ഒരു ട്വിസ്റ്റ് ഒന്നും വരുന്നില്ല. എനിക്ക് എന്താണെന്നറിയില്ല. കഴിഞ്ഞ വർഷമാണെങ്കിലും തുടക്കത്തിൽ തന്നെ ഫയർ ആയിരുന്നു. അതെനിക്ക് തോന്നുന്നത് ജാസ്മിൻ്റെ ഒക്കെ ഇഷ്യൂ വന്നപ്പോഴാണ് വന്നത്. പക്ഷെ ഈ സീസണിൽ എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു മൂകത പോലെ സംഭവം. ഒരു സീസൺ 5 വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. സത്യം, ഒരു സീസൺ 5 ഇറങ്ങി വരുന്ന പോലത്തെ ഒരു ഫീൽ എനിക്കുണ്ട്. കാരണം ഒന്നുമില്ലടാ, ഒന്നുമില്ല സംഭവത്തിൽ, ഇതിലൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ചിലപ്പോൾ ഒരു വൈൽഡ് കാർഡ് വന്നേക്കാം, പറയാൻ പറ്റില്ല. കാരണം ഒരു വൈൽഡ് കാർഡൊക്കെ വന്നാൽ ചിലപ്പോൾ മാറ്റാൻ കഴിവുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ വരട്ടെ അല്ലേ, നമുക്ക് നോക്കാം. അപ്പോൾ നാളത്തെ റിവ്യൂ ആയിട്ട് ഞാൻ ഉടനെ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ നിൽക്കും. ബൈ.